ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അരിമുറുക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കപ്പ് അരി, 1 കപ്പ് കടലമാവ്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം, രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം. ബട്ടർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി, ജീരകം, എള്ള്. ഇതിൽ ഈ ബട്ടർ ചേർക്കുന്നത് ഇവൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ക്രിസ്പി ആണേലും സോഫ്റ്റായിരിക്കും. അപ്പോൾ ഇത് ബട്ടർ ആദ്യം ഇതിലോട്ട് ഇടുക. അപ്പോൾ ആദ്യം ഇവനെ ഒന്ന് അരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബട്ടർ ഇട്ട് ശരിക്കും കുഴച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ബാറ്റർ ഉണ്ടാക്കുക. നമ്മൾ കടലമാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് അരിച്ചെടുത്തിരിക്കുക. ഇനി അതിലോട്ട് ഈ ബട്ടർ ഇടുക. ബട്ടറൊക്കെ ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറായിട്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ട് ഇത് മിക്സ് ചെയ്ത് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ പൊടികളെല്ലാം ഇടുക. പൊടികൾ: കായപ്പൊടി, മഞ്ഞൾപ്പൊടി, എള്ള്, ജീരകം. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. ഇനി നമ്മളിത് തിളച്ച വെള്ളത്തിലാണ് കലക്കാൻ പോകുന്നത്. ഇത് സേവനാഴി, അതിലിടുന്ന ചില്ല് ഈ ടൈപ്പ്. അപ്പോൾ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോകും. തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ കൊണ്ട് കലക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും വെച്ച് ഇപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് കലക്കുക. ഇപ്പോൾ ഏകദേശം ഇനി നമ്മളിത് കൈകൊണ്ട് കുഴക്കണം. അപ്പോൾ ചൂടൊന്ന് ആറിയിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിലൊരുമാതിരി നല്ല ചൂടായിട്ടിരിക്കുക. ചൂടാറിയിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതിൽ വെള്ളം കൂടിപ്പോയാൽ ഈ ഇവിടെ നുറുക്ക് ഭയങ്കര ഹാർഡായി പോകും. അതുപോലെ വെള്ളം കുറഞ്ഞു പോയാൽ ഒടിഞ്ഞൊടിഞ്ഞു പോകും. ഇങ്ങനെ കിട്ടണം, അതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാൻ വെക്കുക, നുറുക്കുണ്ടാക്കുക. അപ്പോൾ ഈ ഇതിനൊക്കെ വിഭാഗത്തൊക്കെ ഒരിച്ചിരി എണ്ണ തേച്ച് കൊടുക്കണം. ദേവാഹിടകത്തൊക്കെ എണ്ണ പുരട്ടി നമ്മൾ ഈ ബട്ടറിന് പകരം ഈ ഏത് എണ്ണയിലാണ് വറുക്കുന്നത് ആ എണ്ണ ഇട്ട് ആദ്യം കുറച്ച് അതൊഴിച്ചാലും മതി. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മളിത് മുറുക്കുണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഉപ്പ് കറക്റ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ മുറുക്കുണ്ടാക്കുന്നത്. അറ്റം പതുക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യണം. അങ്ങനെ ഇത് മൊത്തം ഉണ്ടാക്കുക. ഈ വാഴയില വെച്ച് ആകുമ്പോൾ നമുക്കിത് ആ എണ്ണയിലോട്ട് ഇടാൻ എളുപ്പമാണ്. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം അതിലോട്ട് ഇട്ട് നോക്കുക. ശരിയായി. നമ്മളിത് മുറുക്ക് ഇതിലോട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള സംഗതികളൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുക്കാം. ആദ്യത്തെ മുറുക്കിടാൻ പോകുക, രണ്ടാമത്തെ ഇടാൻ പോകുക. ഇതൊക്കെ ഇതൊന്ന് ഇടക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടണം. ഞാനിത് ലോ ഫ്ലെയിമിലായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരുമാതിരി മരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക്
കോര. അത് വാഴയിലേന്ന് ഇങ്ങനെ വാഴയിലേന്ന് കയ്യിലെടുത്ത് വേണേലും ഇടാം. ഇത് കോരാറായിട്ടുണ്ട്. ആ കുമ്പളവറിൽ തീരുന്നതാണ് അതിൻ്റെ കണക്ക്. എൻഡിൽ ഇതുപോലെ ഒന്ന് പറ്റിച്ചു കൊടുക്കണം. ഇനി വേറൊരു ടെക്നിക്ക്, ഇപ്പോൾ ഈ വാഴയിലയുടെ അകത്തുനിന്ന് ആദ്യം ഈ ചട്ടകത്തിൻ്റെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ഇതുപോലെ ചട്ടകത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അത് ഇതുപോലെ. അപ്പോൾ നമ്മുടെ മേത്തങ്ങ് എണ്ണ തെറിക്കാതിരിക്കും. നമ്മൾ ഈ മുറുക്കുണ്ടാക്കുമ്പോൾ അധികം വലുതാകാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ എല്ലാം ഏതാണ്ട് ഒരേ ഷേപ്പിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മുടെ അരിമുറുക്കുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.